അച്ഛനെന്ന് പറഞ്ഞവരുണ്ടല്ലോ. പണ്ടെങ്ങാണ്ട് ബാലയിൽ രാജാവിന്റെ വേഷം കിട്ടിയെന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്ക. ഒരു പണിക്ക് പോകത്തില്ല, അവനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ ഒന്ന് കൊണ്ട് വന്നേ. ഇങ്ങോട്ട് മാറ മനുഷ്യ. ഇവിടെ എങ്ങും ആരുമില്ല. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ ഈ നശിച്ച ആരെവിടെയും ആ പഴച്ച പാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം നോക്കുന്നത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അത് എവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. 100 ടൗൺ അടുക്കാൻ മേല. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്. നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നു. എങ്ങോട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്ത ചൂത് കളി നിർത്തിയേക്കണം. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെയാണ് ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയന്മാരെ ഒപ്പിച്ച പോലെ. എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരിക. കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1 നീ സിമ്പിൾ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. അതാണോ ഈ വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിൽ എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലിട്ടൊരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? ഞാൻ എനിക്ക് കിളിമോളൊരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലോ ഞാൻ കെട്ടിച്ചത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായി പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മുടിക്ക പോലൊരു പെണ്ണു വേണം. പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മുടിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കൻ്റെ കൂടെ ആ പെണ്ണൊന്നും
അല്ലാതെ എന്നോട് പോരെടുക്കാൻ ഞാൻ വന്നായിരുന്നല്ലോ. ഒരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും. ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായിരുന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞോടിക്കും. ചുടുവെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര് സ്നേഹമെങ്കിൽ സ്നേഹം ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര് സ്നേഹമെങ്കിൽ സ്നേഹം ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണിനാക്കിക്കുന്നത്? എന്തിനാണെന്നോ അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തം കെട്ടൊരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവളുള്ള കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ കുരുത്തം കെട്ടൊരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവളുള്ള കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂറണ തങ്കപ്പൻ, നല്ല കല്ലുകൊണ്ടെന്നാലും വിളിച്ച് നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളാം കേട്ടോ. അല്ല, എന്തായി? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്. അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, ഭ്രാന്താ? നാം